ഡിയാഗോ ജോട്ട മരിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കറാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എതിർത്ത് പറയുമോ? ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ പറയുന്നത് അദ്ദേഹം മരിച്ചുകൊണ്ടാണ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷേ ഒരിക്കലുമല്ല. അദ്ദേഹം ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തൊരു വ്യക്തി, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത വ്യക്തി. അദ്ദേഹം കളിക്കുന്ന ഒരു ടീമിൽ ഒരു രണ്ടാമത്തെ ഒരു സ്ട്രൈക്കർ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച ഒരു സെക്കൻഡ് ചോയ്സ്, റൊണാൾഡോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ചോയ്സ് സ്ട്രൈക്കർ എന്ന രീതിയിലുള്ളൊരു താരമാണ് ജോട്ട. 49 മത്സരങ്ങൾ നമ്മുടെ പോർച്ചുഗലിന് വേണ്ടി കളിച്ചു, 14 ഗോളുകൾ നേടി, ലിവർപൂളിനെ ചാമ്പ്യനാക്കി, അതുപോലെ പോർച്ചുഗലിന് നേഷൻസ് ലീഗ് ചാമ്പ്യനാക്കി. സോ അത്ര വലിയ നേട്ടമുള്ളൊരു താരമായിരുന്നു ഡിയാഗോ ജോട്ട. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രോഫികളുടെ കൂമ്പാരമാണ്. ഒരുപക്ഷെ അദ്ദേഹം മറ്റേതെങ്കിലും രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കറിൽ ഒരാളായിട്ട് അദ്ദേഹം അറിയപ്പെട്ടേനെ. സോ എന്തായാലും ഡിയാഗോ ജോട്ടയുടെ കളി കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ അത് റെസ്റ്റ് ഇൻ പീസ് നേടാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് ഗുഡ് ബൈ.